മനുഷ്യനായി പിറവിയെടുത്ത എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായൊരു ഭവനം ഉണ്ടാകുക എന്നത്. വീട് നിർമ്മിക്കുമ്പോൾ വാസ്തുവിന് പ്രാധാന്യം നൽകുന്ന പതിവ് പണ്ട് മുതൽക്കേ പിന്തുടരുന്നൊരു കാര്യമാണ്. എന്നാൽ ആധുനിക യുഗത്തിൽ സ്ഥലത്തിനും സമയത്തിനും പരിധിയും പരിമിതികളും ധാരാളമായുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിമിതിക്കുള്ളിൽ നിന്ന് വേണം വീടിന്റെ വാസ്തു നിശ്ചയിക്കാൻ. എന്നാൽ സ്ഥലപരിമിതി മൂലമുള്ള കുറവുകൾ ഗൃഹനിർമ്മാണത്തെ ബാധിച്ചാൽ സുഖമുള്ള ജീവിതത്തെ നാം നിഷേധിക്കുന്നതിന് തുല്യമാകും. ഗൃഹനിർമ്മാണത്തെ പറ്റിയുള്ള അടിസ്ഥാന വാസ്തുവിനെ പറ്റി അറിയാൻ സ്വാഗതം. തടസ്സങ്ങളും ദുരിതങ്ങളുമില്ലാത്ത സംതൃപ്തിയോട് കൂടിയുള്ള ഒരു ഗൃഹജീവിതം ആഗ്രഹിക്കുന്നവർ ഭവന നിർമ്മാണ സമയത്ത് വാസ്തുവിധികൾ കൃത്യമായും പാലിച്ചിരിക്കണമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. വാസ്തുവിധി കൃത്യമായി പാലിച്ചിട്ടുള്ള ഭൂമിയും ഭവനവും ദോഷങ്ങളൊന്നും വരുത്തില്ലെന്ന് മാത്രമല്ല, സമ്പൽ സമൃദ്ധി കൊണ്ടുവരികയും ചെയ്യുന്നു. ഭവന നിർമ്മാണ സമയത്ത് തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന വാസ്തുവിധികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. വാസ്തുദോഷമില്ലാത്ത ഉറപ്പുള്ള ഭൂമി വേണം ഗൃഹനിർമ്മാണത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്. ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ കല്ലിടൽ ചടങ്ങിന് മുൻപായി പരിഹരിച്ചിരിക്കണം. 2. ഗൃഹപ്രവേശത്തിന് മുൻപായി തന്നെ ചുറ്റുമതിലും ഗേറ്റും പണിയുന്നത് നല്ലതാണ്. വാസ്തുദോഷങ്ങളുടെ ശക്തി പരമാവധി ക്ഷയിപ്പിക്കാൻ ഇത് സഹായിക്കും. വാസ്തുശാസ്ത്രത്തിൽ ഭവനത്തോടൊപ്പം ചുറ്റുമതിലിനും പ്രധാന സ്ഥാനമാണുള്ളത്. 3. സമീപ പ്രദേശത്ത് എന്തെങ്കിലും ക്ഷേത്രമുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. ക്ഷേത്രത്തിന്റെയോ ക്ഷേത്ര ഗോപുരത്തിന്റെയോ നിഴൽ ഗ്രഹത്തിന്മേൽ പതിക്കുന്നത് ഒട്ടും നന്നല്ല. 4. ചുറ്റുമതിലിന് പുറത്തെ വഴിയുടെ നിരപ്പിൽ നിന്ന് താഴ്ന്ന നിരപ്പിൽ വീടിന്റെ തറനിരപ്പിരിക്കുന്നത് നല്ലതല്ല. പോസിറ്റീവ് എനർജിയുടെ പ്രഭാവത്തിനുണ്ടാകുന്ന തടസ്സങ്ങൾ ഉൾപ്പെടെ പല വാസ്തുദോഷങ്ങൾക്കും ഇത് കാരണമാകും. 5. വീട് നിർമ്മിക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തോ തെക്കുവശത്തോ സ്ഥലം തുറസായിടരുത്. ഇത് തൊഴിൽപരമായ തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ക്ഷണിച്ചു വരുത്തും. 6. വാസ്തുശാസ്ത്രം പ്രകാരം വാതിലുകളെ രാജാക്കന്മാരും ജനാലകളെ മന്ത്രിമാരുമായാണ് പരിഗണിക്കുന്നത്. വീടിനകത്തേക്കുള്ള എനർജി പ്രവാഹമായും അന്തേവാസികളുടെ മാനസിക ആരോഗ്യവുമായും വാതിലുകൾക്കും ജനലുകൾക്കും അഭേദ്യ ബന്ധമുണ്ട്. അതുകൊണ്ട് വാതിലുകളും ജനലുകളും വാസ്തുവിദഗ്ധന്റെയും ആശാരിയുടെയും നിർദ്ദേശാനുസരണം വേണം സ്ഥാപിക്കാൻ. വാതിലുകളും ജനലുകളും 2:1 എന്ന അനുപാതത്തിലായിരിക്കണം പണിയേണ്ടത്. 7. പ്രധാന വാതിൽ മറ്റു വാതിലുകളേക്കാൾ വലുതായിരിക്കാൻ ശ്രദ്ധിക്കണം. 8. വീടിന്റെ നിർമ്മാണം നടന്നാൽ ഉടൻ തന്നെ ചുറ്റുമതിലിനകത്തുള്ള ഭൂമി ഭാഗം ചെയ്യരുത്. 9. വീടിന്റെ ദർശനം എവിടേക്കായിരിക്കണം എന്നത് ഒരു സുപ്രധാന കാര്യമാണ്. പൊതുവായി നല്ലത് കിഴക്കാണ്. എന്നാൽ ഗ്രഹനാഥന്റെ ജന്മനക്ഷത്ര പ്രകാരം നിർണയിക്കുന്ന ദിക്ക് കൂടുതൽ ഫലം നൽകുന്നു. വാസ്തുശാസ്ത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത് വാസ്തുപുരുഷനിൽ കേന്ദ്രീകരിച്ചിട്ടാണ്. വാസ്തുപുരുഷനാണ് ഏത് സ്ഥലത്തിന്റെയും അധിപൻ. വാസ്തുപുരുഷന്റെ സങ്കല്പ സ്ഥാനത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. വാസ്തുശാസ്ത്രമനുസരിച്ച് സമചതുരത്തിലുള്ള ഇരിപ്പിടത്തിൽ വടക്ക് കിഴക്കായി തലയും തെക്ക് പടിഞ്ഞാറായി കാലുകളും വരുന്ന രീതിയിലാണ് വാസ്തുപുരുഷന്റെ ഇരിപ്പ്. വടക്കു കിഴക്കായി തലവച്ചിരിക്കുന്ന വാസ്തുപുരുഷന്റെ പാദഭാഗത്താണ് കല്ലുവയ്ക്കലും കുറ്റിയടിയും നടത്തുന്നത്. ഈ ഭാഗത്തെ കന്നിമൂല എന്ന് പറയുന്നു. വാസ്തുശാസ്ത്രത്തിലെ പ്രാധാന്യമുള്ള മറ്റൊന്നാണ് പഞ്ചഭൂതങ്ങളായ വായു, അഗ്നി, ജലം, ഭൂമി, ആകാശം എന്നിവ. പഞ്ചമഹാഭൂതങ്ങളായ ഇവ 5നെയും കേന്ദ്രീകരിച്ചാണ് ജീവന്റെയും ജീവിതത്തിന്റെയും അടിസ്ഥാനം നിലനിൽക്കുന്നത്. ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരുടെ സന്തോഷവും സമാധാനവും ഈ മഹാപഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. പഞ്ചഭൂതങ്ങളുടെ സ്ഥാനവും സഞ്ചാരവും അതിനാൽ വാസ്തുശാസ്ത്രത്തിൽ പ്രധാനപ്പെട്ടതാണ്. വാസ്തുശാസ്ത്ര പ്രകാരം വസ്തുവിന്റെ 8 ദിക്കിലുമായി 8 ദേവന്മാർ കുടികൊള്ളുന്നു. അവർ അഷ്ടദിക്പാലകർ എന്നാണ് അറിയപ്പെടുന്നത്. വടക്ക് ധനദേവതയായ കുബേരനും, തെക്ക് മരണദേവനായ യമനും, കിഴക്ക് സാക്ഷിയായി സൂര്യദേവനും, പടിഞ്ഞാറ് വരുണദേവനും, തെക്ക് കിഴക്ക് ശിവനും, വടക്ക് കിഴക്ക് ഊർജം പകരാനായി അഗ്നിയും, തെക്കു പടിഞ്ഞാറ് വായുവും, വടക്ക് പടിഞ്ഞാറ് പിതൃക്കളുമാണുള്ളത്. വാസ്തുശാസ്ത്രത്തിൽ ദിക്കനുസരിച്ച് ഓരോ മുറിക്കും അതിൻ്റെതായ പ്രാധാന്യവും കൽപ്പിക്കുന്നുണ്ട്. കുളിമുറിയുടെ സ്ഥാനം കിഴക്ക് വശത്ത് വരുന്നത് വളരെ നല്ലതാണ്. പടിഞ്ഞാറ് ഡൈനിങ് റൂമും, തെക്ക് വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള മുറിയും, വടക്ക് കിഴപ്പ് മുറിയും, തെക്ക് കിഴക്ക് പൂജാമുറിയും, വടക്ക് കിഴക്ക് അടുക്കളയും, തെക്ക് പടിഞ്ഞാറ് ധാന്യപ്പുരയും, വടക്ക് പടിഞ്ഞാറ് ആയുധപുരയും വരണമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. ഭവന നിർമ്മാണത്തിൽ വടക്കു ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വീടിന്റെ ദർശനം കിഴക്കോട്ട് വരുന്നത് വളരെ നല്ലതാണെങ്കിലും വടക്കും വടക്ക് കിഴക്കും നല്ല ദിശയായി തന്നെയാണ് കണക്കാക്കുന്നത്. സമ്പത്തിന്റെ ദേവനായ കുബേരനാണ് വടക്ക് ദിശ ഭരിക്കുന്നത്. അതിനാൽ തന്നെ വടക്ക് ദർശനമായി വീട് വച്ചാൽ വീട്ടിലേക്ക് അത് സമ്പത്തിനെ ആകർഷിക്കുമെന്ന് പറയപ്പെടുന്നു. സാമ്പത്തിക സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ബിസിനസ് നടത്തുന്നവർക്കും വടക്ക് ദർശനമുള്ള വീട് വളരെയധികം പ്രയോജനമായി കണക്കാക്കപ്പെടുന്നു. ഇനി വടക്ക് ദർശനമായി വീട് വയ്ക്കുന്നവർ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കാര്യങ്ങൾ ചെയ്യുന്നവർ
സാമ്പത്തിക അഭിവൃദ്ധിക്ക് പകരം ദാരിദ്ര്യമായിരിക്കും ക്ഷണിച്ചു വരുത്തുക. അതിനാൽ വടക്ക് ദർശനത്തിൽ വീട് വയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വടക്ക് ഭാഗത്ത് ചെരുപ്പുകളും ഷൂസുകളും അഴിച്ചിടരുത്. പുറത്തുപോയി വരുമ്പോഴും മറ്റും നാം അലക്ഷ്യമായി ചെരുപ്പുകൾ ഇടാറുണ്ട്. എന്നാൽ അബദ്ധത്തിൽ പോലും വടക്ക് വശത്ത് ചെരുപ്പുകൾ ഇടാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഭാഗത്ത് പൊട്ടിയതും പഴയതുമായ വസ്തുക്കൾ കൂട്ടിയിടാനും പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വീടിന്റെ ഐശ്വര്യത്തെ ദോഷമായി ബാധിക്കുമെന്നാണ് വിശ്വാസം. വീടിന്റെ വടക്ക് ഭാഗം വളരെ വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കുക. വീട്ടിന്റെ ചവറ്റുകുട്ട ഒരിക്കലും വടക്ക് ദിശ വയ്ക്കരുത്. വടക്ക് ദിശയിൽ ബാത്റൂം പണിയുകയും അരുത്. വടക്ക് ദർശനമായി വീട് വയ്ക്കുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അടുക്കള. ഊർജത്തിന്റെയും ആരോഗ്യത്തിന്റെയും ഉറവിടമായ ഭക്ഷണം അടുക്കളയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. അടുക്കള സൗകര്യമുള്ളതായിരിക്കും എന്നത് മാത്രമല്ല, അവിടെയും വാസ്തുശാസ്ത്രത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വീടിന്റെ തെക്ക് കിഴക്ക് മൂലയാണ് അടുക്കളയ്ക്ക് ഏറ്റവും യോജിച്ചത്. ഇത് അഗ്നിദേവന്റെ ദിക്കായതിനാലാണ്. വടക്ക് പടിഞ്ഞാറ് മൂലയും അടുക്കളയ്ക്ക് അനുയോജ്യമാണെന്ന് വാസ്തുശാസ്ത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. അടുക്കളയിൽ കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിന്ന് പാചകം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുകയും വേണം. തെക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ് എന്നീ ദിശകളിൽ മാത്രമാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന രീതിയിൽ അടുക്കള നിർമ്മിക്കേണ്ടത്. വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വന്നാൽ കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം തകരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അടുക്കളയുടെ വാതിൽ കിഴക്ക്, വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്തായിരിക്കാൻ ശ്രദ്ധിക്കുക. പാചകം ചെയ്യുന്ന സ്ഥലം വീടിന്റെ പ്രധാന ഭിത്തിയോട് ചേർന്ന് വരരുത്. പാചകം ചെയ്യുന്ന സ്ഥലത്തിന് തൊട്ടുമുകളിലായി ഷെൽഫുകൾ വയ്ക്കുന്നത് നന്നല്ല. ഫ്രിഡ്ജ് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഗ്യാസ് സ്റ്റൗ വയ്ക്കാൻ ഏറ്റവും അനുയോജ്യം അടുക്കളയുടെ തെക്ക് കിഴക്ക് മൂലയാണ്. അതുപോലെ സിങ്ക് അടുക്കളയുടെ വടക്ക് ഭാഗത്തായിരിക്കണമെന്ന് വാസ്തുശാസ്ത്രകാരന്മാർ ഉപദേശിക്കുന്നു. അടുക്കളയ്ക്ക് വെള്ളയോ കറുപ്പോ നിറം നൽകുന്നത് അനുയോജ്യമല്ല. മഞ്ഞ, ഓറഞ്ച്, റോസ്, ചോക്ലേറ്റ് എന്നീ നിറങ്ങൾ അടുക്കളയ്ക്ക് അനുയോജ്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഊൺമുറി. വാസ്തുശാസ്ത്ര പ്രകാരം ഊൺമുറിക്കും ചില നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഭക്ഷണമുറിയും മേശയും ക്രമീകരിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജം ശരിയായി സ്വാംശീകരിക്കാൻ സഹായിക്കുന്നു. വീടിന് പടിഞ്ഞാറ് ഭാഗത്ത് വേണം ഭക്ഷണമുറി നിർമ്മിക്കേണ്ടത്. ഭക്ഷണമുറിയും അടുക്കളയും അടുത്തായും ഒരേ തരനിരപ്പിലുമായിരിക്കാനും ശ്രദ്ധിക്കുക. ഭക്ഷണമുറിയും ഭക്ഷണമേശയും സമചതുരം അല്ലെങ്കിൽ ദീർഘചതുര ആകൃതിയിലായിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഭിത്തിക്ക് പിങ്ക് അല്ലെങ്കിൽ ഓറഞ്ച് നിറം നൽകുന്നത് നല്ലതാണ്. ഭക്ഷണമേശ ഒരിക്കലും ഭിത്തിയോട് ചേർത്തിടരുത്. വാഷ് ബേസിൻ വടക്കല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തായിരിക്കാനും നോക്കുക. ഗ്രഹനാഥ മേശയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിരിക്കുന്നതാണ് ഉത്തമ സ്ഥാനമായി കണക്കാക്കുന്നത്. ശാസ്ത്രമനുസരിച്ച് കുളിമുറി വീടിന്റെ കിഴക്കോ വടക്കു ഭാഗത്തോ ആകാം. പ്രധാന കിടപ്പുമുറി വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കണമെന്ന് വാസ്തു പറയുന്നു. ഒരിക്കലും വടക്കോട് തലവച്ച് കിടക്കരുത്. തലവച്ച് കിടക്കാൻ തെക്കാണ് ഉത്തമം. കൂടാതെ വീടിന്റെ തെക്ക് കിഴക്ക് മുറിയിൽ ദമ്പതിമാർ കിടക്കരുതെന്നും ശാസ്ത്രമുണ്ട്. ഇത് കുടുംബത്തിൽ എന്നും കലഹത്തിന് വഴിവെക്കുമെന്നാണ് വിശ്വാസം. കിടപ്പുമുറിയിൽ വീട് പിടിച്ച് സാധനങ്ങൾ വയ്ക്കുന്ന അലമാര മുറിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വടക്കോട് തുറക്കത്തക്ക വിധത്തിൽ വേണം വയ്ക്കുവാൻ. കുട്ടികളുടെ പഠനമുറി പടിഞ്ഞാറോ കിഴക്കോ വടക്കോ ആകാം. കോൺദിക്കിലെ മുറികൾ ഒഴിവാക്കുക. മുറിയിൽ മങ്ങിയ പച്ച വെളിച്ചമുണ്ടായാൽ അത് കുട്ടികൾ ബുദ്ധിശക്തിയെ വളർത്തും. സരസ്വതി ദേവിയെയും കൃഷ്ണ ഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് പഠനത്തിന് വളരെ നല്ലതാണ്. പൂജാമുറി വടക്ക് കിഴക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ ബ്രഹ്മസ്ഥാനത്തോ വടക്ക് കിഴക്കിന്റെ കിഴക്കോ ആകാം. ഈ ദിക്കുകൾ ധനവും മനസമാധാനവും പ്രദാനം ചെയ്യുന്നു. ദേവന്റെ ദർശനം പടിഞ്ഞാറോട്ടും നമ്മൾ തൊഴുന്നത് കിഴക്കോട്ടുമാകണം. ദേവന്റെ ദർശനം വടക്കോട്ടാകുന്നതും അനുയോജ്യമാണ്. മറ്റു ദിക്കുകളിൽ പൂജാമുറി നിർമ്മിച്ചാൽ കുടുംബത്തിൽ അസ്വസ്ഥതയ്ക്കത് കാരണമാകുന്നു. മരിച്ചവരുടെ പടം ഒരിക്കലും പൂജാമുറിയിൽ വയ്ക്കരുത്. പൂജാ സാധനങ്ങളല്ലാതെ മറ്റൊന്നും വയ്ക്കാനും പാടില്ല. വിഗ്രഹങ്ങളെ മുഖാമുഖം വയ്ക്കുന്നതും ദോഷം ചെയ്യുന്നു. വീട്ടിൽ 2 ശിവലിംഗങ്ങൾ, 3 ഗണപതി, 2 ശംഖുകൾ, 3 ദേവീ പ്രതിമകൾ, 2 സാളഗ്രാമങ്ങൾ എന്നിവ ഒരുമിച്ച് പൂജിക്കരുത്. ഇവയെല്ലാം ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിലും ശരിയായ വിശ്വാസവും അകമഴിഞ്ഞ ഭക്തിയുമുള്ള വീടുകൾ എന്നെന്നും നന്മയുടെ ഉറവിടങ്ങളായി മാറുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്